5 മക്കൾ ഒരുമിച്ച് മരണപ്പെട്ട ഈ വാപ്പ 5 മക്കളുടെ ആ ദുരന്തം ഓർത്തുകൊണ്ട് പറയുകയാണ്, മരണവും മരണത്തിന്റെ വിപത്തും ഓർത്തുകൊണ്ട് ശരീരമേ, എന്റെ മനസ്സേ നീ വേദനിക്കുകയാണോ? എന്ത് വേദന ഉണ്ടാവൂലേ? നമുക്ക് ഒരു മോൻ മരിച്ചാൽ, അതും +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി കഴിയാനായി, ഡിഗ്രി കഴിഞ്ഞു, ജോലി കയറി, അല്ലെങ്കിൽ കയറാൻ പോകുന്നു, കയറി 2 കൊല്ലം ആയിട്ടുള്ളൂ, കല്യാണം കഴിച്ചിട്ടുള്ളൂ, അങ്ങനെ ഒരു മരണം സംഭവിച്ചാൽ എന്തൊരു വേദന ആയിരിക്കും. അല്ലെങ്കിലും വേദനയാണ്. വാപ്പ ക്ഷീണിച്ചിട്ടുണ്ട്, കഷ്ടപ്പെടുത്തി ഇങ്ങനെയൊക്കെ വളർത്തിയില്ലേ, ഇനി മക്കളൊക്കെ ഒന്നായിട്ട് അവരായിട്ട് വീടും ചെലവൊക്കെ ചെയ്യുമ്പോ ഒന്ന് വിശ്രമിക്കാലോ എന്ന് വിചാരിക്കുന്ന നേരത്ത് ആ മക്കള് നഷ്ടപ്പെടുന്നൊരു വേദന നമ്മൾ ആലോചിക്കണം. നമ്മളെപ്പോഴും പറയാറുണ്ട്, തവക്കുൽ അള്ളാന്റെ മേലെ ചെയ്യാൻ പാടുള്ളൂ, മക്കളെ മേലെ തവക്കുലാക്കരുത്. എന്റെ മോൻ എനിക്ക് റിസ്ക് തരും, എന്റെ മോൻ അധ്വാനിച്ചെന്റെ കുടുംബം പോറ്റും എന്ന് വിചാരിച്ചോ, അവിടെ അല്ലാഹു പരീക്ഷണം തരും ആ മകനിലൂടെ. കച്ചവടം തുടങ്ങി, എന്റെ കച്ചവടത്തിൽ വന്ന് എനിക്ക് ലാഭം കിട്ടും, ഈ കച്ചവടം കൊണ്ട് ഞാൻ രക്ഷപ്പെടും. തവക്കുൽ അങ്ങോട്ട് കൊടുത്താൽ, തവക്കുൽ അള്ളാന്റെ മേൽ, അല്ലാഹുവേ നീ തരുന്ന റിസ്ഖാണ്, ഇവിടെ നിനക്ക് ബർക്കത്ത് തരാം, ഇതിലല്ലാതെ വേറെ നിനക്ക് തരാൻ പറ്റും. തവക്കുൽ അള്ളാന്റെ മേൽ കൊടുത്തില്ല, ഏതെങ്കിലും നമ്മുടെ ജോലിയിലോ നമ്മുടെ കച്ചവടത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ, ചിലങ്ങനെ നല്ല ആരോഗ്യമുള്ള സമയമല്ലേ, ഞാൻ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കും. ആരോഗ്യത്തിന്റെ മേൽ തവക്കുലാക്കണ്ട, ബാങ്കിന്റെ മേൽ തവക്കുലാക്കണ്ട, കെട്ടിടത്തിന്റെ മേൽ തവക്കുലാക്കണ്ട. അതിനൊക്കെ അപകടം വരുത്താൻ അള്ളാഹുവിന് എളുപ്പമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല. എവിടുന്നാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് പരീക്ഷണം വരും, പേടിക്കണം എന്നാണ് അബൂ ദുഐബ് അൽ ഹുദലി. ഈ സങ്കടം മനുഷ്യർക്ക് മുഴുവൻ, അദ്ദേഹം കവിയാണ്. അന്നത്തെ കവികൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ഫേസ്ബുക്കും വാട്സപ്പും ആണ് അന്നത്തെ കവികൾ. ഓല് പറഞ്ഞ ലോകം മൊത്തം അറിയും. ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്താൽ കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് കാണാൻ അവസരമുണ്ട് അതിൽ, അല്ലേ? എന്ന പോലെ കവികൾ എന്ന് പറഞ്ഞാൽ പിന്നെ നാട്ടിലൊക്കെ പാട്ടാവും. കവികൾ എല്ലാവർക്കും പേടിയാണ്. നല്ലത് പറഞ്ഞാൽ നല്ലതാണ്, ഉലങ്ങാനും മോശപ്പെടുത്തി പറഞ്ഞോ പിന്നെ വലിയ ബുദ്ധിമുട്ടാണത്. അബൂ ദുഐബ് അൽ ഹുദലി 5 മക്കൾ മരിച്ച സങ്കടം പറഞ്ഞിട്ട് നഫ്സിനോട് പറയാണ്, ശരീരമേ, മരണവും മരണത്തിന്റെ കാട്ടിക്കൂട്ടലും ഓർത്തുകൊണ്ട് നീ കരയാണോ, വിഷമിക്കാണോ? അമിനൽ മനൂനി വറൈബിഹാ തതവജ്ജഉ വദ്ദഹ്റു ലൈസ ബിമുഅ്തിബിൻ മൻ യജ്സഉ. സങ്കടപ്പെട്ടത് കൊണ്ട് കാലം നമ്മളോട് കരുണ ചെയ്യില്ല. ദുഃഖഭാരം കൊണ്ട് നമ്മൾ സങ്കടപ്പെട്ട് ഇരുന്നാലൊന്നും കാലം നമ്മളോട് ഒരു ദയാവായ്പം കാണിക്കുകയില്ല. കാലാകാലങ്ങളിൽ സംഭവിക്കേണ്ടത് അല്ലാഹുവിന്റെ ഖദറിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണിത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ നടക്കണം എന്നില്ല. നടന്നിട്ടേ അൽഹംദുലില്ലാഹ്. وتجلدي للشامتين أريهم أني لريب الدهر لا أتضعضع. എനിക്കൊരു പ്രയാസം വരുമ്പോൾ അത് കണ്ടു ചിരിക്കാൻ ഒരുപാട് ആളുകൾ കാത്തു നിൽപ്പുണ്ടാകും. ഇന്നത്തെ കാലം അങ്ങനെയാണ്. പണ്ട് കാലം എല്ലാവരും നമ്മളെ കുഴപ്പമല്ലത്, അത് നാട്ടിലെ മനുഷ്യന്മാരെ കുഴപ്പം. ആർക്കെങ്കിലും ഒരു പ്രയാസം വരും എന്ന് കാണുമ്പോൾ അതിൽ സന്തോഷിക്കുക. സുഖം തന്നെ അല്ലേന്ന് വെച്ചാൽ ഇപ്പൊ സുഖമൊന്നുമില്ല എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ടെന്ന് അറിയോ? നമ്മൾ പറയാം നല്ല റാഹത്ത്, ഒരു കുഴപ്പമില്ല, ഇതല്ലല്ലോ ഇപ്പൊ എനിക്ക് കേൾക്കേണ്ടത്. അപ്പൊ ചോദിച്ചത് വല്ല കുഴപ്പമൊക്കെ ഉണ്ട് കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ റാഹത്താന്ന് പറയുമ്പോൾ പിന്നെ വലിയ ആവേശമൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ എത്ര മനുഷ്യന്മാരുണ്ട്. കുട്ടിന്റെ കല്യാണം എന്തായി? അതിപ്പോ ഒന്നും ശരിയായിട്ടില്ല. അങ്ങനെ ഒന്നും ഓരോ മുടക്കം പറഞ്ഞു പോവാ ഉള്ളില്. തന്നെ ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ട്. അപ്പൊ മൂപ്പര് പറയാണ്, ശരീരമേ, നിനക്കൊരു ദുരന്തം വന്നാൽ അതിൽ സന്തോഷിക്കാൻ കാത്തിരിക്കുന്ന എന്ന് പറയും. നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബേ ഞങ്ങൾക്കൊരു അപകടം പറ്റി ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്ന അവസ്ഥ വരുത്തരുതേ റബ്ബേ.
എനിക്കൊരു ദുരന്തം വന്ന് എൻ്റെ 5 മക്കളും മരിച്ചുപോയതിൽ സന്തോഷം കൊള്ളാൻ കാത്തിരിക്കുന്നവരോട് ശരീരമേ നീയൊന്ന് ധീരമായി പറയണം, കാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളിൽ കിടന്ന് പടയുന്നവനല്ല അബൂ ദുഐബുൽ ഹുദലി എന്ന്. എനിക്കതൊന്നും വിഷയം. 5 മക്കൾ പോയില്ലേ, എന്റെ തടി ബാക്കിയുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, എനിക്കതൊന്നും വിഷയമല്ല. എന്നിട്ട് പറഞ്ഞൊരു വാക്കാണ്, അത് നമ്മളെപ്പോഴും ഓർക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഓർമ്മയുള്ളൊരു വരി, വഇദൽ മനീയതു അൻശബത് അദ്ഫാറഹാ അൽഫൈത കുല്ല തമീമത്തിൻ ലാ തൻഫഉ. മരണത്തിന്റെ കൂർത്ത നഖങ്ങളെങ്ങാനും ഒരാളെ പിടിച്ചു മുറുക്കിയാൽ, ഒരു ഏലസ് കൊണ്ടും ഒരു മന്ത്രി ചൂതി കൊടുത്താലും മരണത്തെ തട്ടിമാറ്റാൻ കഴിയില്ല. മരണത്തിന് മന്ത്രിച്ചു കൊടുത്തൊരു കാര്യമില്ല, അത് അല്ലാഹുവിന്റെ ഖളാ അവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. അജലാണത്. രോഗത്തിന് അല്ലാഹു ദുആ കൊണ്ട് ശിഫ തരും. അൽഫൈത കുല്ല തമീമത്തിൻ ലാ തൻഫഉ. മനീയത്ത് എന്ന് പറഞ്ഞാൽ മരണം എന്നാണ്. وإذا المنية أنشبت أظفارها ألفيت كل تميمة لا تنفع. ഏലസ് എന്നാണ് തമീമത്തിന് ഏലസ് എന്ന് പറയുന്നത്. ഏലസിലെ ഖുർആൻ ഓതിയിട്ട് ദിക്റുകളും തഹസ്സുനിന്റെ വാക്കുകളൊക്കെ എഴുതിയിട്ട് കിട്ടുന്നത്. ഏലസ് കെട്ടിൽ നിബിതങ്ങൾ നിരോധിച്ചു എന്ന് പറയുന്ന ഹദീസൊക്കെ ഷിർക്കുമായി ബന്ധമുള്ള ഏലസുകൾ എന്നാണെന്ന് ആ ഹദീസിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ അങ്ങനെ പറയാം, അത് ഹറാമാണ്, അത് അങ്ങനെയാണ്, ഷിർക്കാണെന്ന് പറഞ്ഞിട്ട്. മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളുടെ ഒരു റിവായത്ത് തന്നെ ഉണ്ട്, ലാ ബഅസ ബിഹി, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു വിരോധമില്ല. ശർഈയായ അദ്കാറുകൾ ഒരു മനുഷ്യന്റെ ദേഹത്ത് തഹസ്സുൻ, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള സബബായിട്ട് ഒരു മുഅ്മിൻ, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ അത് ചെയ്യുന്നുള്ള ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുന്നവരുടെ അപ്പം പറ്റും മറ്റേ ഹദീഥം കൊണ്ടുള്ള തമീമത്ത് കിട്ടിയാൽ ആ തമീമത്ത് ചെയ്യുന്നവർ ഷിർക്കാ ചെയ്യുന്നത്. അത് ജാഹിലിയ കാലത്ത് ചെയ്തിരുന്ന ഒരു പണി ഉണ്ടായിരുന്നു. അവർക്കൊരു ആലസ് ഉണ്ടായിരുന്നു, അവരുടെ മന്ത്രങ്ങളും അവരുടെ ദൈവങ്ങളുടെ പേരുകൾ എഴുതിയിട്ട്. ആ പരിപാടിയെയാണ് തങ്ങൾ എതിർത്തതെന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞതെന്നും മഹാന്മാർ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. വസ്വാസം ഉണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി പറഞ്ഞുതരാണ്. വന്നഫ്സു റാഗിബതുൻ ഇദാ റഗബ്തഹാ വഇദാ തുറദ്ദു ഇലാ ഖലീലിൻ തഖ്നഈ. നമ്മുടെ ശരീരം ഇതൊരു സ്പോഞ്ചാണ്. ആ ശരീരത്തിന് നമ്മൾ ഒരുപാട് പ്രതീക്ഷ കൊടുത്താൽ ആ ശരീരം പ്രതീക്ഷയിൽ മുന്നോട്ട് വരും. ആ ശരീരത്തിന് കുറച്ചു മതി, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം എന്ന് ശരീരത്തെ നമ്മൾ നിർബന്ധിച്ചാൽ ശരീരം അതിന് വഴങ്ങുകയും ചെയ്യും. അതുകൊണ്ട് അല്ലാഹുവേ, നീ എന്തെല്ലാം കൊണ്ടുപോയാലും ഒരുപാട് ബാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ച് സ്വന്തം ശരീരത്തെ സമാധാനിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് ഈ വരികളിലൂടെ അബൂ ദുഐബുൽ ഹുദലി എന്നവര് സ്വഹാബിയാവാൻ വന്നതാണ്. ഭയങ്കര സങ്കടത്തിൽ പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം ഇത്. പുന്നാര നബിയെ ഒന്ന് കാണണം. മൻ സ്വഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ വലൗ ലഹ്ളതൻ, ഒരു സെക്കൻഡെങ്കിലും ഹബീബിന്റെ കൂടെ മുഅ്മിനായി ആ സദസ്സിലിരുന്നാൽ, ഹബീബിനെ കാണാൻ പറ്റാത്ത, കണ്ണ് കാണാത്ത സ്വഹാബിമാരുണ്ട്. കാണാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല, ഹബീബിന്റെ മജ്ലിസിലിരിക്കണം. അങ്ങനെ ഇരുന്നാൽ കിട്ടുന്ന പദവിയാണ് മൻസിലത്തു സ്വഹാബ, സ്വഹാബികളുടെ സ്ഥാനം എന്ന് പറയുന്നത്. അത് ലഭിക്കാതെ പോയ സങ്കടത്തിലാണ് മഹാനായ അബൂ ദുഐബുൽ ഹുദലി എന്നവരും അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളും. അങ്ങനെ നഷ്ടപ്പെട്ടതിലെ സങ്കടം നഷ്ടപ്പെട്ടതിനെ സങ്കടപ്പെടുക എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കല്ല, നമ്മളത് വീണ്ടെടുക്കാനുള്ള പണി ചെയ്യണം. റജബിലാണ് നമ്മൾ ഇരിക്കുന്നത്, നല്ലൊരു സമയമാണ്, ചിന്തിക്കേണ്ട സമയമാണ്. ഇമാം സമആനി റഹ്മഹുല്ലാഹ് ഹദീസ് പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു മഹാനായ പണ്ഡിതൻ, മഹാനായ ഇബ്നു ഖലഫ് തങ്ങളുടെ അടുത്തേക്ക് പോയ കഥ പറയുന്നുണ്ട്. ഇബ്നു ഖലഫ് മിൻ മശാഹീരിൽ മുഹദ്ദിസീൻ, അഹ്മദ് ഇബ്നു ഖലഫ് എന്നറിയപ്പെടുന്ന മഹാപണ്ഡിതൻ ഹദീസ് പഠിക്കാൻ വേണ്ടി ചെന്നതാ. ഇബ്നു ഖലഫ് തങ്ങളുടെ അടുത്ത് ചെന്നപ്പോ ദഖൽതു നൈസാബൂർ, നൈസാബൂരിലേക്ക് ഞാൻ എത്തി, ഇറാനിന്റെ മേൽഭാഗം. وأنا أعدو إلى بيت أحمد بن خلف, അഹ്മദ് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ഹദീസിന്റെ മഹാശൈഖ്, അയാളുടെ വീട്ടിലേക്കാണ് ഞാൻ ഓടിച്ചെല്ലുന്നത്. വഴിയിൽ ചെന്നപ്പോൾ ഒരു ശിഷ്യനെ കണ്ടു.
ശിഷ്യനോട് ഞാൻ പറഞ്ഞു, ഉസ്താദ് ഇവിടെ. ശിഷ്യൻ പറഞ്ഞു, ഇപ്പോഴാണ് നമുക്ക് വരാൻ തോന്നിയത്? ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു? എന്നെ കുറെ ചീത്ത പറഞ്ഞു. പറഞ്ഞു, ഞാൻ ഭക്ഷണം തരാം, അങ്ങോട്ട് വരും, ആദ്യം ഭക്ഷണം കഴിക്കട്ടെ, എന്നിട്ട് ഉസ്താദിനെ കാണാം. അത് ഞാൻ പറഞ്ഞാൽ ഇപ്പോഴാണോ വരുന്നത് എന്നോട് ചീത്ത പറഞ്ഞു. എനിക്ക് ഭക്ഷണം തന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് അഹ്മദ് ഇബ്നു ഖലഫ് തങ്ങളുടെ മസ്മൂആത്തുകൾ, ഹദീസിന്റെ റിവായത്തുകൾ എനിക്ക് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഷെയ്ഖ് മരണപ്പെട്ടു പോയി, ആ ഷെയ്ഖിനെ ഞങ്ങൾ മറവ് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ മഹാനവറുകളെ കാണാത്തതിലെ സങ്കടം കൊണ്ട് എന്റെ സങ്കടത്തിന്റെ കയ്പുനീർ എന്നെ തന്നെ പിളർത്തുമാറായി എന്ന് മഹാനായൊരു ഹദീസ് പണ്ഡിതൻ പറഞ്ഞ കഥ ഇമാം സമആനി തങ്ങൾ ഉദ്ധരിക്കുന്നു. ഖതീബുൽ ബഗ്ദാദി, ലോകപ്രസിദ്ധനായ പണ്ഡിതൻ, അവരുടെ കിതാബുണ്ട്, കിതാബുർ റിഹ്ല. റിഹ്ലയിൽ ഒരുപാട് ഹദീസ് പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ മഹാനായ ഖതീബുൽ ബഗ്ദാദി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ അബ്ദുല്ലാഹി ഇബ്നു ദാവൂദുൽ ഖറൈബി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി ബസ്രയിലേക്ക് പോയ കഥ പറയുന്നുണ്ട്. ഞാൻ ബസ്രയിലേക്ക് പോയത് ഇറാഖിൽ, ഷാമിൽ നിന്ന് ഇറാഖിലേക്ക് യാത്ര പോയത് മഹാനായ ഇബ്നു ഔൻ തങ്ങളെ കാണാനാണ്. അങ്ങനെ ഇറാഖിലേക്ക് ദിജലയിൽ നിന്ന് പാലം കയറണം. ദിജല പാലം കടന്ന് മുറിച്ചു കടക്കണം. ദിജല ബനൂദാറ എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ്, അന്നത്തെ ഒരു ഖന്തറ, ആ പാലം കഴിഞ്ഞ് ഞാൻ ഇബ്നു ഔൻ തങ്ങളെ കാണാൻ വേണ്ടി അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അറിയുന്നത് ഇബ്നു ഔൻ എന്നവര് വഫാത്തായി എന്ന സങ്കടത്തിന്റെ വിവരമാണ് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്കുണ്ടായ വേദന വല്ലാത്ത വേദനയാണ്. ഒരു പണ്ഡിതനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ, അതൊരു വേദനയാണ്. നമ്മൾ പത്തിപ്പറ്റസ്ഥാനൊക്കെ പരിചയപ്പെട്ട് ചില ആൾക്കാരൊക്കെ പറയും അറിഞ്ഞില്ല, വഫാത്തതിന്റെ ശേഷം അറിയണത്. അങ്ങനെ ഒരു മഹാൻ നമ്മുടെ അടുത്ത്, ഈ വളാഞ്ചേരിക്കടുത്ത് നമ്മുടെ ഈ റോട്ടിൽ കൂടെ പോയാൽ എത്താവുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു മഹാൻ ജീവിച്ചിരിപ്പുണ്ടായിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. സാധനം കണ്ടവരുണ്ടെങ്കിൽ കൈപൊക്കിയാട്ടെ. പത്തിപ്പറ്റ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരെ കൈപൊക്കാത്തവരിവിടെ ഉണ്ട്. എൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവർക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? പല ഗൾഫിലായിരിക്കും, അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു വലിയൊരു മഹാൻ നമ്മുടെ മുമ്പിൽ ജീവിച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് അറിയാം. പിന്നെ നമുക്ക് ഭയങ്കര സങ്കടം, പഠിച്ചവനെന്ന് കാണാൻ പറ്റിയില്ലല്ലോ, അല്ലാഹു എന്ന് കൂടാൻ പറ്റിയില്ല, ഒന്ന് സലാം പറയാൻ പറ്റിയില്ലല്ലോ, അവരുടെ മജ്‌ലിസിലൊന്നും ഇരിക്കാൻ പറ്റിയില്ലല്ലോ. സങ്കടം വേണമെന്നാണ്. ദീനിന്റെ വിഷയത്തിൽ സങ്കടം വേണം. ചിലർ സങ്കടപ്പെടും, ഒരു ഉദ്ഘാടനത്തിന് ഫിലിം സ്റ്റാർ വന്നിരുന്നു, സെൽഫി എടുക്കാൻ കിട്ടിയില്ലല്ലോ പഠിച്ചോനെ എന്ന് പറഞ്ഞിട്ട്. പെൺകുട്ടികളൊക്കെ പുരുഷന്മാരുടെ അടിയിലേക്കൊക്കെ വന്നിട്ട്, ഇതാ സാറേ ഒരു ഫോട്ടോ എടുക്കട്ടെ, ഒരു സെൽഫി എടുക്കട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ എന്തൊരു വലിയ ദുരന്തമാണല്ലേ. പാടുണ്ടോ ഇല്ലേ എന്ന് പോലും അറിയാത്ത വിധം കാര്യങ്ങളൊക്കെ അവതാളത്തിലായിപ്പോയി. ഒരു പെണ്ണിനത് ചെയ്യാൻ പറ്റില്ല. പുരുഷന്മാരുടെ ഇടയിലേക്ക്, അന്യപുരുഷരുടെ ഇടയിലേക്ക് ഒരു മുഅ്മിനത്തായ പെണ്ണിന് ചെയ്യാൻ പാടില്ല എന്നുപോലും അറിയില്ല. എന്ന് മാത്രമല്ല, സെൽഫി എടുക്കട്ടെ എന്ന് പറഞ്ഞത് നടന്മാരോ ഏതെങ്കിലും ആക്ടറോ ഏതെങ്കിലും സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ തല കാണിച്ചു കൊടുത്തവരൊക്കെ ആയിരിക്കും. എന്നിട്ട് പോലും അതൊക്കെ നഷ്ടമാകുമ്പോൾ സങ്കടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട്. ലോകകപ്പ് കാണാൻ പറ്റിയില്ലല്ലോ, എനിക്കന്ന് പനി പിടിച്ചോയല്ലോ, അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലായിപ്പോയല്ലോ. മുഅ്മിന് സങ്കടപ്പെടേണ്ടത് ഇതിനല്ല. മുഅ്മിനീങ്ങൾ സങ്കടപ്പെടേണ്ടത് അവരെ കൈപിടിച്ച് അല്ലാഹുവിലേക്ക് നയിക്കാൻ കഴിയുന്ന മഹാപണ്ഡിതന്മാർ, സ്വാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, ഔലിയാക്കന്മാർ, അവരെ കാണാൻ പറ്റിയില്ലല്ലോ, അവരുടെ ദർസിൽ ഇരിക്കാൻ പറ്റിയില്ലല്ലോ, അവരുടെ ക്ലാസ് കേൾക്കാൻ പറ്റിയില്ലല്ലോ. ഇതിനാണ് അവരെ കാണാൻ പറ്റില്ലല്ലോ, ഇതിന് സങ്കടപ്പെടണമെന്നാണ്. യാ അല്ലാഹ്. ഇമാം അഅ്മശ് എന്നവരുടെ മുമ്പിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ അബാ മുഹമ്മദ്, അബൂ മുഹമ്മദ് എന്നവരെ, അഅ്മശ് എന്നവരെ ഹദീസ് പണ്ഡിതനാണ്. ഇക്തറൈതു ഹിമാറൻ ബിനിസ്ഫി ദിർഹമിൻ. അപ്പോൾ അഅ്മശ് എന്നവരുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇയാൾ വരുന്നത് ഇപ്പോൾ പറയാണ്, അഅ്മശ് എന്നവരെ, നിസ്ഫ് ദീനാർ, നിസ്ഫ് ദിർഹം, ഒരു വെള്ളി നാണയത്തിന്റെ പകുതി, അരനാണയം വാടകക്കെടുത്തിട്ടാണ് ഞാൻ ഈ കഴുതപ്പുറത്ത് നിങ്ങളുടെ അടുത്തേക്ക് ഹദീസ് പഠിക്കാൻ വേണ്ടി വന്നത്. ഹദീസ് ഒന്ന് പറഞ്ഞു തരുമോ? അന്നത്തെ ആലിമ്യങ്ങളൊക്കെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കും. ഇത് വിലയുള്ള സാധനമാണ്, ഇതങ്ങനെ വാരിക്കോരി കൊടുക്കാൻ പറ്റൂല. അഅ്മശ് എന്നവർ പറഞ്ഞു, അര ദിർഹമിന് വന്നതല്ലേ, നീ തിരിച്ച് അര ദിർഹം എടുത്ത് വേറെ കഴുതെടുത്ത് പോയിക്കോ, ദർസ് കഴിഞ്ഞിക്കണ് എന്ന് പറഞ്ഞു. സമയത്ത് എന്താ എത്താതിരുന്നത് എന്ന്. അത് എത്താൻ പറ്റുന്ന ഒരാൾ സമയത്തെത്താത്തതിന് മഹാൻ കൊടുത്ത ശിക്ഷയായിരുന്നു. അല്ലാമ ഇബ്നു ഉയൈന മഹാനവറുകളെ കാണാൻ വേണ്ടി ഒരാൾ വന്നു. അപ്പോഴേക്കും ഷെയ്ഖ് എന്നവര് ഹദീസിന്റെ മത്തിനെത്തിയിട്ടുണ്ട്, സനദൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിന്റെ സനദ് ഒരു വലിയ പഠനമാണ്.
അപ്പം നമ്മൾ ഹദീത്ത് പഠിക്കുമ്പോൾ അധികം മത്തിനാണ് ശർഹ് ചെയ്യുക. ശരിക്കും ഹദീസിന്റെ സനദുകൾ, സനദിലെ ഓരോ റാവിയെ സംബന്ധിച്ചും താബിഈനെ കുറിച്ചും അവരുടെ തർജുമ എന്ന് പറഞ്ഞാൽ ബയോഗ്രഫി, അവരുടെ ജീവചരിത്രം, ഇത് വലിയൊരു ഇൽമാണ്. ആ ഇൽമ് ചിലപ്പോൾ നമുക്ക് കിട്ടാതെ പോകുന്നുണ്ടാവും. ഹദീത്ത് പഠിക്കുക എന്ന് പറയുന്നത് മത്തിന് മാത്രമല്ല, മത്തിനാണ് ഹദീത്ത് ശരിയാണ്, പക്ഷെ ആ ഹദീത്ത് നമ്മിലേക്ക് വന്ന വഴി എന്ന സനദ് വലിയ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ്. ഇപ്പോൾ സനദിനെ സംബന്ധിച്ചൊക്കെയാണ് ഹദീത്ത് പണ്ഡിതന്മാർ വലിയ ചർച്ച ചെയ്യുക. ഇപ്പം നമ്മുടെ നാടുകളിലും പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ വലിയ ഹദീത്ത് പണ്ഡിതന്മാരുണ്ട്. അവരുടെയൊക്കെ പ്രധാന ചർച്ച സനദിൽ വന്ന റാവിമാരുടെ വിഷയമാണ്. അത് വലിയൊരു ഇൽമാണ്. അപ്പോൾ ഇബ്നു ഉയൈന തങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു ആള് വന്നപ്പോഴേക്കും സനദിന്റെ ചർച്ച കഴിഞ്ഞിട്ടുണ്ട്, മത്തിനിലാണ് നിൽക്കുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, ആ മത്തിന് ഞാൻ കേട്ടു ശൈഖ് അവറുകളെ, ഇബ്നു ഉയൈന തങ്ങളെ, എനിക്ക് ആ സനദ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ബലഗത്ക ഹിക്മതുഹു വലസിമതക ഹുജ്ജതുഹു. ഹദീത്ത് ഞാൻ പറഞ്ഞെന്നല്ലോ, ആ ഹദീത്തിന്റെ മത്തിന് നീ മനസ്സിലാക്ക്, അതനുസരിച്ച് അമൽ ചെയ്യ്. ഇനി സനദ് മാറ്റി പറഞ്ഞ് നിനക്ക് വേണ്ടി ദർശെടുക്കാൻ എനിക്കിപ്പോ സമയമില്ല എന്ന് പറഞ്ഞ് ഇബ്നു ഉയൈന തങ്ങളെ ഒരാളെ ശാസിച്ചിട്ടുണ്ട്. എന്തിനെന്നറിയോ? ഇൽമിന്റെ സദസ്സിനൊക്കെ ഒരു നിലം വലിയുണ്ട്. അത് എപ്പോഴെങ്കിലും കയറി വന്ന് എപ്പോഴും കിട്ടും. അങ്ങനെ പഴംപൊരി ഉണ്ടാക്കി വെച്ച പോലെ കൊടുക്കുന്ന സാധനമല്ല. ദർസിന്റെ ഒരു സമയമുണ്ട്, അതിനൊരു ടൈം ടേബിൾ ഉണ്ട്. അവിടെ ടൈമിനെത്തിയാലേ കിട്ടുള്ളൂ എന്ന് ഹദീത്ത് പണ്ഡിതന്മാർക്ക് ഹദീത്തിന്റെ ഒരു ഇസ്സത്ത് കാക്കാൻ വേണ്ടി ചെയ്തത്. അതൊക്കെ അവരെ ഇൽമു കൊടുക്കാതെ അവര് അതിൽ ഇൽമിന്റെ ഹെർമാൻ ചെയ്തു എന്ന് പറയരുത്. അതല്ല ഇതിന്റെ ഉദ്ദേശം. അവർക്കറിയാം ആരെയാണ് അവർ തഅദീബ് ചെയ്യുന്നത് എന്ന്. അലി ഇബ്നുൽ മദീനി ബസറക്കാരനാണ്, ഇറാഖുകാരനാണ്. മഹാനായ അലി ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദർസ് കേൾക്കാൻ വേണ്ടി, ദർസ് പിറ്റേന്ന് ഉച്ചക്കായിരിക്കും, ആ ദർസ് കേൾക്കാൻ വേണ്ടി ബസ്റയുടെ പള്ളിയിൽ തലേന്ന് അസ്ർക്ക് വന്നിട്ട് ക്യാമ്പ് ചെയ്തിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ. അലി ഇബ്നുൽ മദീനി തങ്ങളുടെ ദർസ് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ അവരുടെ മസ്ജിദിലെത്തും അസ്ർ നിസ്കാരത്തിന്. എപ്പോഴാണ് ക്ലാസ് എന്നറിയോ? പിറ്റേന്നാണ്. പക്ഷെ പിറ്റേന്ന് വന്നാൽ ഷെയ്ഖ് കേൾക്കാൻ മാത്രം ഷെയ്ഖിന്റെ അടുത്ത് നിൽക്കാൻ സീറ്റ് കിട്ടൂല. അപ്പൊ തലേന്ന് അസ്റിന് തന്നെ വന്നിരിക്കും. അങ്ങനത്തെ പണ്ഡിത ലോകം. അത് കിട്ടാതെ പോകുമോ എന്ന സങ്കടത്തിന് തലേന്ന് വന്ന് ബുക്ക് ചെയ്യാൻ. യാ അല്ലാഹ്, നമ്മൾ ഡോക്ടർമാരപ്പോൾ ബുക്ക് ചെയ്യും. അപ്പോയിന്റ്മെന്റ് കിട്ടാത്തവരാണെങ്കിൽ നേരത്തെ പോയിട്ട് അവിടെ ക്യൂ നിൽക്കും അല്ലേ? ഇൽമിന് വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കാറുണ്ടോ? നമ്മൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ജാബിർ റളിയല്ലാഹു അൻഹു ഒരു ഹദീത്ത് പഠിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് യാത്ര പോയിട്ടുണ്ട്. മദീനത്ത് നിന്ന് ഈജിപ്തിലേക്ക് പോകുന്നുണ്ട്. എത്ര ദൂരം പോകണം യാ റബ്ബേ? കപ്പൽ കിട്ടിയപ്പോൾ കുറച്ച് ഷോർട്ടാവും, എന്നാലും അത്യാവശ്യമുണ്ട്. ജോർഡാനിന്റെ ബോർഡർ എത്തണ്ടേ, അഖബ കഴിയണ്ടേ ഈജിപ്തിലേക്ക് കടക്കണമെങ്കിൽ. ഇല്ലെങ്കിൽ ഫലസ്തീൻ വഴി സീനാ മരുഭൂമി വഴി കരയിലൂടെ പോകണം. ഒറ്റ ഹദീത്ത് കേൾക്കാൻ. ആ സ്വഹാബി അന്ന് ജീവിച്ചിരിക്കുന്നത് ഈജിപ്തിലാണ്, കെയ്റോവിലാണ്. ഇവരെ കാണാൻ വേണ്ടി ഒരു ഹദീത്ത് കേൾക്കാൻ വേണ്ടി യാത്ര പോയിട്ടുണ്ട് സ്വഹാബിമാർ. ഒറ്റ ഹദീത്ത്. നമ്മളിപ്പോൾ ഒരു ഇരുത്തത്തിൽ എത്ര ഹദീത്ത് കേൾക്കുന്നു? നമുക്ക് അതിന്റെ വല്ല നിലയും വിലയും തോന്നുന്നുണ്ടാവും. ഇതിനൊക്കെ വലിയ വിലയുണ്ട്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ. അതുകൊണ്ട് നഷ്ടമാകുന്നത് തിരിച്ചെടുക്കാനുള്ളതാണ്. ജീവിതം വളരെ ചുരുങ്ങിയതാണ്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ അമല് കൊണ്ട് ഈ ജീവിതത്തെ സജീവമാക്കണമെന്ന് സ്വഹാബിമാർ പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് പുണ്യ നബിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്തെല്ലാം അയ്യുൽ അമാലി അഫ്ളലു, നബിയേ ശ്രേഷ്ഠമായ ഒരുപാട് അമലുണ്ട്, എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ അമല് ഏതാണ് നബിയേ? എന്തിനാ സ്വഹാബിമാർ അങ്ങനെ ചോദിക്കാൻ കാരണം? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് അല്ലേ? നല്ലത്, ഏറ്റവും, കുറച്ചുകൂടെ നല്ലത്, ഏറ്റവും നല്ലത്. അതാണ് ഇപ്പൊ ബെസ്റ്റ് നമ്മൾ പറയുന്നത്. ഏറ്റവും നല്ലത് ഏതാ നബിയെ? എന്താ ചോദിക്കാൻ കാരണം എന്നറിയോ? ആ അമല് അതങ്ങ് ധാരാളം ചെയ്യാലോ, ജീവിതം കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബികളിലെ അല്ലാമത്തുൻ മിൻ ഉലമാഇ സ്വഹാബ, ശരീരം കൊണ്ട് വളരെ മെലിഞ്ഞവരായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നവര്. ഒരു മനുഷ്യൻ ഇരിക്കുന്ന ഹൈറ്റ് ഉള്ളൂ ഇബ്നു മസ്ഊദ് എന്നവർ നിന്നാലെന്നാ. നിങ്ങൾ ചെയറിൽ ഇരിക്കണില്ലേ? ഇബ്നു മസ്ഊദ് എന്നവർ നിർത്തിയാൽ നിങ്ങളുടെ തലയോളമേ ഉണ്ടാവുള്ളൂ മൂപ്പര് നിന്നാല്. അത് മാത്രല്ല, ഒരു 35 കിലോ ഒക്കെ ഭാരം മഹാനവർക്ക്, അത്രയും മെലിഞ്ഞ ആളായിരുന്നു. അന്നൊരു മരത്തിന്റെ മുകളിൽ അറാക്കുണ്ടല്ലോ, ഈ പല്ലേക്കുന്ന സാധനം, ആ ഒരു വടി മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തിന്മ കയറിയപ്പോൾ കാറ്റടിച്ചപ്പോൾ മരം കിട്ട് പോയപ്പോൾ മൂപ്പരൊപ്പം അങ്ങനെ പോകുന്നു, ഇങ്ങനെ ആടിക്കളിക്കുക. കാരണം തീരെ വെയിറ്റില്ല. ഇത് കണ്ടപ്പോൾ സ്വഹാബിമാര് ചിരിച്ചു. അപ്പം നബി ഞങ്ങൾ ഇടപെട്ടു. മൂപ്പർക്ക് വെയിറ്റില്ല എന്നും കണ്ടിട്ട് ചിരിക്കുകയാണല്ലേ.
നാളെ മീസാനിൽ വെച്ചാൽ ഉഹദ് മലയേക്കാൾ ഭാരമുള്ള ആളാണ് ഈ കനം കുറഞ്ഞ മനുഷ്യൻ എന്ന് മഹാനായ ഇബ്നു ഉമ്മി അബ്ദ് എന്ന് പറഞ്ഞ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങളെക്കുറിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതഅജബൂന മിൻ ഖിഫത്തി സാഖൈഹി. ഇബ്നു മസ്ഊദ് തങ്ങളുടെ കാലിന്റെ വണ്ണം കുറഞ്ഞത് കണ്ട് നിങ്ങൾ ചിരിക്കുകയാണോ? ഫവല്ലാഹി ലഹുമാ അശദ്ദു ഫിൽ മീസാനി മിൻ ജബലി ഉഹുദ്. നാളെ മീസാനിലേക്ക് വെച്ചാൽ ഉഹദ് മലയേക്കാൾ ഈ കാലുകൾക്ക് ഭാരമുണ്ട്. ഇവിടെ സഅൽതു റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളലു നബിയേ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മം എന്താണ് നബിയേ? ഖാല അസ്സലാത്തു അലാ മീഖാതിഹാ, അല്ലെങ്കിൽ അസ്സലാത്തു അലാ വഖതിഹാ, നിസ്കാരം അതിന്റെ സമയമായാൽ ഉടനെ ചെയ്യലാണ്. എന്തല്ല പെണ്ണുങ്ങൾക്ക് പരിപാടിയല്ല, അസർ വരെ ഇങ്ങോട്ട് നീട്ടിക്കൊണ്ട് എന്നാൽ ഒരു ഒതുവും രണ്ടും കിട്ടുമല്ലോ. അസർ ബോർഡറിൽ കൊണ്ട് നിസ്കരിക്കുക അല്ലേ, ജമ്മു സൂർ എന്നൊക്കെ ചില പുസ്തകന്മാർ പറയത്, അത് വെയിലിമ കൊണ്ടുവന്ന് വെക്കണേ. അപ്പോൾ പറയും 10 ഉള്ളും എന്നാൽ അമ്മ അവിടെ ഇരിക്കാട്ടോ, എന്നിട്ട് എന്ത് ചെയ്യുക, അതും കഴിഞ്ഞിട്ട് എണീക്കുക. അപ്പം എന്താ ലുഹൂർ അങ്ങോട്ട് ലേറ്റായി പോയില്ലേ? അസർ കിട്ടും ശരി തന്നെയാണ്, പക്ഷെ ആ ലുഹൂറിന് അങ്ങോട്ട് ലേറ്റാക്കി. അത് വേണ്ട, എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഒരു 5 മിനിറ്റല്ലേ വേണ്ടു, വേഗം ഒതു കൊടുത്തിട്ട് കിണറ്റൊന്നും മുക്കൊന്നും വേണ്ടല്ലോ, പൈപ്പ് തിരിച്ചാൽ കിട്ടൂല ഒതു കൊടുക്കാൻ. അവനവൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് നിസ്കരിച്ചൂടെ? ജോലി ചെയ്യുന്ന ഇടയിൽ വേഗം നിസ്കരിക്കുക, എന്നിട്ട് ബാക്കി നിങ്ങൾക്ക് കറി വെച്ചോളൂ, ഉപ്പേരി ഉണ്ടായിക്കോ, പപ്പടം പൊരിച്ചോ ഒക്കെ ചെയ്തോ. പക്ഷെ എന്ത് ചെയ്യുക, നിസ്കാരം നീട്ടിവെക്കണ്ട, അതിൻ്റെ സമയത്ത് തന്നെ ചെയ്തോളി. അത് ഏറ്റവും ശ്രേഷ്ഠമായൊരു അമല. അത് ഓരോ ദിവസം നഷ്ടപ്പെട്ട പിന്നെ എന്തുണ്ടാവും അവിടെ ചെന്ന് നോക്കിയാൽ? പിന്നെ മീൻകറിയും ഇറച്ചി വെച്ചൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, നിസ്കാരം ഒന്നും കിട്ടാണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിസ്കാരം അതിൻ്റെ നേരത്ത് ചെയ്യൻ, ബാക്കിയുള്ളതിന് അതിനർഹിക്കുന്നത് കൊടുത്താൽ മതി. സ്വലാത്തു അലാ മീഖാതിഹാ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ നബിയോട് ചോദിച്ചു, നബിയെ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? എന്തിനായി ശ്രേഷ്ഠമായത് ചോദിക്കുന്നത്? ഇനി തിരഞ്ഞെടുക്കാൻ സമയമല്ല, ഏറ്റവും മുന്തിയത് അത് വാങ്ങിക്കാം, പിന്നെ വേറെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ ബിർറുൽ വാലിദൈൻ, മക്കളെല്ലാം അവരവരുടെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന നന്മയാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ അമല്. നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ അമല് പിന്നെ ബിർറുൽ വാലിദൈൻ, ഉമ്മയെ വാപ്പയെ ഖിദ്മത്ത് ചെയ്യലാണ്, അവരെ സന്തോഷിപ്പിക്കലാണ്. പിന്നെ ഞാൻ ചോദിച്ചു, സുമ്മ അയ്യു, പിന്നെ എന്താണ് നബിയെ? ഖാല അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യലാണ്. അത് സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, ത്യാഗം കൊണ്ട്, ഒരു യുദ്ധമാസന്നമാവുകയാണെങ്കിൽ ജീവൻ കൊടുത്തുകൊണ്ട്, ഇങ്ങനെയൊക്കെ ജിഹാദ് നടക്കും. അൽ ജിഹാദ് ഫീ സബീലില്ലാഹ്. فسكت عن رسول الله صلى الله عليه وسلم ولو استزدته لزادني. പിന്നെ നബി തങ്ങളൊന്നും മിണ്ടിയില്ല. ഞാൻ നബിയോട് പിന്നെ എന്താണ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നബി തങ്ങൾ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണിത്. ഏതാണ് നബിയെ ഏറ്റവും ശ്രേഷ്ഠമായത്? സ്വഹാബികളുടെ ചോദ്യം നോക്കണം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ച ഹദീസാണ്, അബൂ ഹുറൈറ തങ്ങളുടെ ഹദീസ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഇല, ഹബീബായ നബിയോട് ചോദ്യം ചോദിക്കപ്പെട്ടു. എന്താ ചോദ്യം? അയ്യുൽ അമലി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും നല്ല അമൽ ഏതാ നബിയേ? ഏറ്റവും നല്ല അമൽ ഏതാ? അൽ ഈമാനും ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ഖൽബിൽ ഈമാൻ ഉണ്ടാവലാണ്. ഏറ്റവും നല്ല ഖൽബിയായ അമലാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. സുമ്മ മാദാ, പിന്നെ എന്താണ്? അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യലാണ്. സുമ്മ മാദാ, പിന്നെന്താ നബിയേ? ഹജ്ജുൻ മബ്റൂർ, സ്വീകാര്യമായ ഹജ്ജാണ് എന്ന് പുണ്യനബി. അല്ലാഹു നമുക്കൊക്കെ അതിനെ തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അബൂ മൂസ റളിയല്ലാഹു അൻഹു അൽ-അശ്അരി, യമനിയായ അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുന്നു, യഖാലു യാ റസൂലല്ലാഹ് അയ്യുൽ ഇസ്ലാമി അഫ്ളലു. നോക്കണം ചോദ്യങ്ങളുടെ രീതി. ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് നബിയേ? ഇസ്ലാം ഇത് അഭിമാനമുള്ളൊരു മതമാണ്. ഇതിന്റെ ഏറ്റവും നല്ല സ്വഭാവം ഏതാണ്? ഇസ്ലാമിലെ ഏറ്റവും മുന്തിയ സ്വഭാവം എന്താണ്? അതാണ് ചോദ്യം. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഏതൊരു മനുഷ്യന്റെ നാവിൽ നിന്നും വിരൽ തുമ്പിൽ നിന്നും
കൈയെന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ശക്തി, ഊക്ക്, അക്രമം. ഇന്നത് ഫേസ്ബുക്കൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സാധാരണ ആ യദിഹി വല്ലാത്ത അർത്ഥമാണല്ലേ. അവനവന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും രക്ഷപ്പെട്ട ആള്. ഒന്നുകിൽ ലൈവ് ചെയ്യും വായ കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി പോസ്റ്റ് വിടും. അത് വരലോണ്ടല്ലേ ടൈപ്പ് ചെയ്യാം. കയ്യിൽ നിന്നും നാവിൽ നിന്നും ആ ഒരു ഹദീത്തിന്റെ പ്രസക്തി ഞാൻ ആലോചിച്ചു പോവുക. മുമ്പ് എത് എന്ന് പറഞ്ഞാൽ പിന്നെ കയ്യൂക്ക് ഇടിക്കുക, കൊല്ല, ഇതൊക്കെ തന്നെയാണ്, ദുൽമാണ്. ഇന്ന് വലിയ ദുൽമ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിട്ടിട്ടാ വലിയ ദുൽമ. പെരി കുത്തർന്ന് ഇങ്ങനെ കടന്നിട്ട കരുത് വിടുക. എന്തൊരു കാലല്ലേ, വല്ലാത്ത അവസ്ഥയാണ്. അള്ളാഹുവിന്റെ ഹിഫ്ള് നൽകട്ടെ. ഒരു ഉമ്മത്തിന്റെ വലിയ അദാബ് എന്ന് പറയുന്നത് അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ തമ്മിൽ വേർപിരിക്കലാണ്. അത് വലിയ അദാബാണ്, അത്രേ ഭയങ്കര വലിയ അദാബാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായത് ആ മുസ്ലിമിന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും ബാക്കി എല്ലാ വിശ്വാസികൾക്കും സലാമത്ത് വേണം. അതാണ് ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ പണി. ഒരാൾക്കും തോന്നരുത് അയാൾ എന്നെ വെറുതെ മാനം കെടുത്തും, അയാൾ എന്നെ പറ്റി അപമാനിക്കും, അയാൾ എന്നെ പറ്റി എന്തെങ്കിലും എഴുതും എന്ന്. ആരെ പറ്റിയാണോ നിങ്ങൾക്ക് പേടിയുള്ളത് ആ മനുഷ്യൻ ഒരു ശരിയായ മുസ്ലിം അല്ല. എന്തിനാ ഇസ്ലാമിന്റെ പേരും പറഞ്ഞു എഴുതേണ്ടത്? വേറെ എന്തെങ്കിലും സംഘടന കൂടെ. മുസ്ലിമാണെങ്കിൽ ഒരു മുസ്ലിമിനെ വേദനിപ്പിക്കുന്നത് എഴുതാനോ പറയാനോ പാടില്ല. നിങ്ങൾക്ക് നന്നാവണം എന്നൊക്കെ തോന്നുന്നുണ്ടോ? സ്വകാര്യമായിട്ട് PM വരിക, പേഴ്സണൽ മെസ്സേജ് കൊടുക്കുക, ഫോൺ നമ്പറുമായിട്ട് സംഘടിപ്പിച്ച് സംസാരിക്കുക എന്നല്ലാതെ ഈ തുറന്ന കത്ത് എന്നൊക്കെ പറയില്ലേ, തുറന്ന ഗീബത്ത് എന്നതിൻ്റെ അർത്ഥം. തുറന്ന കത്ത് ഒരാളോട് പണ്ടൊരാൾ അങ്ങനെ പാണക്കാട് നിങ്ങൾക്ക് തുറന്ന കത്ത് എന്ന് പറഞ്ഞ് കണ്ടു. എന്തിനാ അത് തുറന്ന ഗീബത്താണ്? നേരിട്ട് പറയണ്ടോ? നേരിട്ട് പറയാ. തുറന്ന ഗീബത്ത് എന്നതിൻ്റെ അർത്ഥം. നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ടില്ല പോയി തുറന്ന കത്ത് പോവുക, പത്രത്തിലോ വലിയ സോഷ്യൽ മീഡിയയിലേക്കോ പോവുക. എന്തിന്? എനിക്കിപ്പോൾ നിങ്ങളോട് ഒരാളോട് സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് നിങ്ങളോടല്ലേ ഇത് പറയേണ്ടത്? അപ്പോഴല്ലേ നിങ്ങൾ തിരുത്തുള്ളൂ. നിങ്ങളുടെ ഒരു തെറ്റ് തിരുത്തണമെന്നാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ അത് നിങ്ങളോടാ പറയേണ്ടത്. അപ്പം നിങ്ങളത് അല്ല യൂട്യൂബിൻ്റെ കമൻറ്റിൽ വന്നിട്ട് എഴുതി പോവുക, ഫേസ്ബുക്കിൽ വന്നിട്ട് കമൻ്റ് ഇട്ട് പോവുക, അവനവൻ്റെ പേജിലിട്ടിട്ട് എഴുതി വിടുക. ഇതൊക്കെ ചെയ്യുന്നത് പച്ചയായ ഗീബത്ത്. അതൊന്നും ഒരു പൊരുത്തപ്പെടിക്കലോടൊന്നുള്ള പൊരുത്തപ്പെട്ട് വരില്ല. കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ അക്കൗണ്ടിലേക്ക് അത് എത്തിയിട്ടുണ്ടാവും. അവരോടൊക്കെ പൊരുത്തപ്പെടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അവരോടൊക്കെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അപ്പോൾ ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് ജീവിതത്തിൽ മുഴുവൻ ചെയ്ത അമലുകൾ പോയിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിക്കേണ്ടത്